അപ്പോൾ എന്താണ് ഭാവന അല്ലെങ്കിൽ എന്താണ് സർഗാത്മകത എന്നൊക്കെയുള്ള ചിന്തകളാണ്. അപ്പോൾ അതൊരു യന്ത്രത്തിൽ എത്രമാത്രം സാധിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ സുനിൽ പറഞ്ഞതും സാറ് പറഞ്ഞതുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന, നമ്മളെ ഓർമ്മപ്പെടുത്താവുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നിർമ്മിത ബുദ്ധി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ നമ്മുടെ മനുഷ്യനിൽ തന്നെയുള്ളൊരു ബുദ്ധി അല്ല അവിടെ ഉണ്ടാകുന്നതെന്നും, ബുദ്ധിപരമായ കാര്യങ്ങൾ, ബുദ്ധി ആവശ്യമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ യന്ത്രത്തിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ പാറ്റേൺ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യന്ത്രത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലെടുക്കുമ്പോൾ ഈ ഭാവന അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നതും അത് അതേപടി സൃഷ്ടിക്കുകയല്ല, അതിൻ്റെ പ്രസരണം, അതിൻ്റെ ഒരു പെരുമാറ്റം എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു, ഒരു സാഹിത്യ സർഗാത്മകത അല്ലെങ്കിൽ ഭാവന എന്ന് പറയുമ്പോൾ അത് ഇന്നേ ഇവർ കണ്ടിട്ടില്ലാത്ത ഒന്ന്, നമ്മുടെ ബാഹ്യമായ നമ്മുടെ സ്ഥിതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടും നമ്മൾ പരിചയിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് സാഹിത്യകാരൻ ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് യാഥാർത്ഥ്യമായിട്ടും ഒരു ഇത് ഉണ്ടാവണം എന്നില്ല, പക്ഷേ എന്നാൽ അതിന് വാല്യുബിളാണ്, അത് വളരെ വിലപ്പെട്ടതായിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ പ്രക്രിയ നമുക്ക് കോഡ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും യന്ത്രത്തിനും ആ രീതിയിൽ ഒന്നുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇവിടെ പ്രസക്തമായ ചില ചോദ്യങ്ങളുണ്ട്. 1-2 ചോദ്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇങ്ങനെയുള്ള ഈ കാര്യത്തിലും ഒരു സാഹിത്യകാരൻ്റെ, ഒരു മനുഷ്യനായ സാഹിത്യകാരൻ ഉണ്ടാകുന്ന ആ ഭാവനയെ ഉദ്ദീപിപ്പിക്കുന്ന ചിലപ്പോൾ ഒരു വികാരമായിരിക്കാം, ഒരു ഓർമ്മയായിരിക്കാം, പണ്ട് നടന്ന ഒരു അനുഭവമായിരിക്കാം. അതുപോലെ ഒരു സാഹിത്യകൃതി എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ എക്സ്പ്രഷനും കൂടിയാണ്, ഒരു സംസ്കാരത്തിൻ്റെയും ഒരു സാഹചര്യങ്ങളുടെയും ഒക്കെ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി അവിടെ എവിടെയാണ് വരുന്നതെന്നുള്ളതാണ്. പിന്നീടൊന്ന്, ഈ ഒരു നമ്മുടെ മുമ്പിൽ തന്നെ ഇപ്പോൾ ഒരു സാഹിത്യകൃതി കൊണ്ട് വെച്ചിട്ട് പറയുകയാണ് ഇത് ഒരു മനുഷ്യൻ എഴുതിയതാണ്, അടുത്തത് ഒരു നോവൽ അതൊരു യന്ത്രത്തിൽ നിന്നുണ്ടായതാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നമ്മൾ ഇതിനോട് രണ്ടിനോടും പ്രതികരിക്കുക, നമ്മൾ ഏതിനോടായിരിക്കും കൂടുതൽ ഡീപ്പായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം തൊട്ട് മുമ്പിലൂടെ നടന്ന സെഷനിൽ 4 സാഹിത്യകാരന്മാരുമായിട്ടുള്ള സംഭാഷണമായിരുന്നു. അപ്പം അതിൽ അവസാനം വായനക്കാരുടെ നേരിൽ നിന്നുണ്ടായ ചോദ്യങ്ങൾ എന്താണ്, ഓരോ കഥാപാത്രങ്ങൾ എവിടെ നിന്ന് വന്നു, ആ സൃഷ്ടിക്കാനുണ്ടായത് യഥാർത്ഥ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരാളായിരുന്നോ എന്നൊക്കെയുള്ള ആ ചിന്തകളാണ്. അപ്പോൾ ഒരു സാഹിത്യകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഡീപ്പായിട്ടാണ് അത് ആ സാഹിത്യകാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതുമായിട്ടുള്ളൊരു എൻഗേജ്മെൻറ്റ് നടത്തുന്നതെന്നുള്ളതാണ്. പിന്നീടുള്ള 2 ചോദ്യങ്ങൾ, ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾ വരുമ്പോൾ അവിടെ പല ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഓണർഷിപ്പിനെ പറ്റിയുള്ള, അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സാഹിത്യ ചോരണം, അത് പ്ലൈജിയറിസം ഒക്കെ അവിടെ വന്നിട്ടില്ലേ, അതിനുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ എങ്ങനെ ഉത്തരം പറയും, ഇതിൻ്റെ ഉത്തരവാദി ആരാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവം അതിലുണ്ടെങ്കിൽ അത് ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഉത്തരവാദിത്വത്തോടെ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ചിന്തയും നമ്മൾ ലോകമൊട്ടാകെ കാണുന്നുമുണ്ട്. പിന്നെ അച്യുതശങ്കർ സാർ പറഞ്ഞതുപോലെ ഞാൻ യോജിക്കുകയാണ്. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഉണ്ടാകുന്നത് എഴുത്തുകാരന് തന്നെയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് മനുഷ്യരെഴുതുന്ന കൃതികളിലും എല്ലാ സാഹിത്യകൃതികളിലും ഒരുപോലെയുള്ള ഭാവനാവിലാസം നമ്മൾ കാണുന്നില്ല. പല തലത്തിലുള്ള ഭാവനയുള്ള സാഹിത്യകൃതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും ഒരുമിച്ചിരിക്കുകയുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സാഹിത്യത്തിൻ്റെ നിർമ്മാണത്തിന് അത് വളരെയധികം സഹായിക്കും. ChatGPT ഉണ്ടാക്കിയ ഒരു സാഹിത്യകൃതിയും ഒരു സാഹിത്യകാരൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സാഹിത്യകാരി ഉണ്ടാക്കിയ സാഹിത്യകൃതിയും എല്ലാം തന്നെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്നും തോന്നുന്നു. അതുപോലെ സ്വന്തം ശബ്ദം മുഴക്കി കേൾപ്പിക്കാൻ പറ്റണമെങ്കിൽ അതുപോലെയുള്ള ഭാവനാവിലാസം പ്രകടിപ്പിക്കുന്ന സാഹിത്യകൃതി തന്നെ ഞാൻ രചിക്കണമെന്നുള്ളത് പ്രധാനമായിട്ടും സാഹിത്യകാരനുള്ളൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്.